തുടർച്ചയായ രണ്ടാം തവണയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള എത്തുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ആയാണ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലെത്തിയത്. സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് അദ്ദേഹത്തെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നതിനും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇവരെ അനുഗമിച്ചു. പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിയാണ് വീണ്ടും സ്പീക്കർ സ്ഥാനത്ത് NDAയുടെ ഓം ബിർള എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ. ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തു വന്നു. പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അമൃതകാലത്തിൽ സഭാനാഥനായി വീണ്ടും തുടരുകയെന്നത് വലിയ ഉത്തരവാദിത്വമാണെന്നും അങ്ങയുടെ അനുഭവ പരിജ്ഞാനം അടുത്ത 5 വർഷവും ഞങ്ങളെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 70 വർഷം പിന്നിട്ട വേളയിലും യാഥാർത്ഥ്യമാകാതെ പോയ ചരിത്ര തീരുമാനങ്ങൾ അങ്ങ് സഭാനാഥനായ വേളയിലാണ് സാധ്യമായത്. ജനാധിപത്യത്തിന്റെ നീണ്ട യാത്രയിൽ നിരവധി നാഴികക്കല്ലുകൾ നാം പിന്നിട്ടു. കഴിഞ്ഞ ലോക്സഭയുടെ കാര്യക്ഷമതയിലും നേട്ടങ്ങളിലും തനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. പാർലമെന്റ് ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി 17ാമത് ലോക്സഭ അറിയപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർളയെ ഓർമ്മപ്പെടുത്തി. 17ാമത് ലോക്സഭയിലായിരുന്നു നാരീശക്തൻ വന്ദൻ അധിനിയം 2023, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ, മുസ്ലിം വനിതാ വിവാഹാവകാശ സംരക്ഷണ നിയമം, ഉപഭോക്തൃ സംരക്ഷണ ബില്ല് തുടങ്ങിയ സുപ്രധാനമായ പലതരത്തിലുള്ള ബില്ലുകളും പാസ്സായതെന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP-യാണ് സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർള. 5 വർഷം സ്പീക്കറായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം വീണ്ടും സഭാനാഥനായ ബൽറാം ജാഖറിന് ശേഷം നേട്ടം സ്വന്തമാക്കുന്ന MP എന്ന പ്രത്യേകത കൂടി ഓം ബിർളയ്ക്ക് സ്വന്തമാവുകയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യം ഒരു സ്ഥലത്തുകൂടി തകർന്നടിയുകയാണ്. സ്പീക്കർ പദവി അലങ്കരിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും നടക്കാതെ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തിരിഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്.